ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ടാറ്റ പഞ്ച് EV ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഈ വണ്ടിയുടെ വേരിയൻസ് വരുന്നത് നമുക്ക് ഓരോ ഫീച്ചേഴ്സും ആഡ് ചെയ്യാം, ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് എടുത്ത് കളയാം. അങ്ങനെയുള്ള ഒരു പ്രത്യേക പാക്കേജ് സിസ്റ്റം വെച്ചിട്ടാണ് ഈ വണ്ടി ടാറ്റ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഓരോ വേരിയൻസും അതുപോലെ തന്നെ എക്സ്ഷോറൂം പ്രൈസ്, ഓൺ റോഡ് പ്രൈസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത്. ഈ വണ്ടി ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ലൈക്ക് ഇലക്ട്രിക് സ്കൂട്ടർ. ഇത് വളരെ സ്മൂത്ത് ആൻഡ് കാമാണ്. ഓണാണോ ഓഫാണോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നീട് മനസ്സിലോട്ട് ഓടി വന്നത് 1% എത്ര കിലോമീറ്റർ പോകും എന്നുള്ളതാണ്. യെസ്, 1%ൽ 2.5 കിലോമീറ്റേഴ്സ് ഈ വണ്ടി സഞ്ചരിക്കുന്നതാണ്. ഇതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഭാവിയിൽ വീഡിയോസിൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഓടിച്ച സമയത്താണ് എനിക്ക് 2.5 കിലോമീറ്റേഴ്സ് കിട്ടിയത്. അതിൻ്റെ മുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിൽ കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വേ ഓഫ് ഡ്രൈവിങ്ങിനനുസരിച്ചിരിക്കും ഇതിൻ്റെ കിലോമീറ്റേഴ്സ് കിട്ടാൻ. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പോലെ അല്ല, ഇതിലൊരു അപ്രോക്സിമേറ്റ് റേഞ്ചേ കാണിക്കുന്നുള്ളൂ. ആ റേഞ്ച് നമ്മൾ വണ്ടി നിർത്തി വീണ്ടും കയറിയിട്ട് വണ്ടിയിലൂടെ നോക്കുന്ന സമയത്ത് ഡിജിറ്റൽ സ്ക്രീനിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ പെട്രോൾ ഡീസൽ വെഹിക്കിളിലൊക്കെ ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച് കാണിക്കുമല്ലോ, എത്ര കിലോമീറ്റർ പോകുന്നുള്ളത്. സോ അത് വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു ബാറ്ററി പെർസെൻറ്റേജ് ലെവൽ വെച്ചിട്ട് ഈ കിലോമീറ്റർ എത്ര പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത്. മെയിൻലി ടാറ്റ ഈ വെഹിക്കിൾ അവതരിപ്പിച്ചിട്ടുള്ളത് 2 ബാറ്ററി പാക്കേജിലാണ്. ഒന്ന് മിഡ് റേഞ്ച് വേരിയൻറ്റും ഒന്ന് ലോങ് റേഞ്ച് വേരിയൻറ്റും. ടാറ്റ പഞ്ച് EVയുടെ LR വേരിയൻറ്റിലെ ഫുൾ ഓപ്ഷൻ, അതായത് ഹൈ എൻഡ് വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയുടെ പാക്കേജ് സിസ്റ്റം, ഓരോ വേരിയൻസിലും എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും, എങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടാറ്റ പഞ്ച് EVയുടെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക പേരിലാണ്, പഞ്ച് EV സ്മാർട്ട്. സ്മാർട്ട് എന്ന് പറയുന്ന ഈ വേരിയൻറ്റിൽ നമുക്ക് ബിഗ് സൈസുള്ള ബാറ്ററി പാക്കേജ് കിട്ടുന്നില്ല. നമുക്ക് മിഡ് റേഞ്ച് ബാറ്ററി പാക്കേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, സ്മാർട്ട് ഡിജിറ്റൽ DRLs, സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീൽ, ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ, ഫിസിക്കൽ കൺട്രോൾ പാനൽ, എയർ പ്യൂരിഫയർ നൽകിയിട്ടുണ്ട്, മൾട്ടിമോഡ് റീജൻ, 6 എയർ ബാഗ്, അതും ബേസ് വേരിയൻറ്റിൽ തന്നെ 6 എയർ ബാഗ് നൽകിയിട്ടുണ്ട്. ഹെയ്റ്റ്സ് ഓഫ് ടു ടാറ്റ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ABS വിത്ത് EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഐസോഫിക്സ്, ITPMS, റിയർ പാർക്കിംഗ് സെൻസർ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ബോത്ത് പവർ വിൻഡോ വരുന്നുണ്ട്, ബാക്കിൽ പവർ വിൻഡോ അല്ല. ഇമ്പാക്റ്റ് സെൻസിങ്, ഓട്ടോ ഡോർ അൺലോക്ക്, ഡ്രൈവ് മോഡ്സ് സിറ്റി ആൻഡ് സ്പോർട്സ് മോഡ്, അതായത് എക്കോ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. അറൗണ്ട് 5 സ്റ്റീൽ വീൽസ് വിത്ത് കവർ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, ഇലൂമിനേറ്റഡ് കോൾഡ് ഗ്ലോ ബോക്സ്, ഇലക്ട്രിക് ടൈൽ ഗേറ്റ് റിലീസ്, Z കണക്ട് ആൻഡ് സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി. അത് അവരുടെ ആപ്ലിക്കേഷനാണ്. 3.3 കിലോവാട്ടിൻ്റെ AC വാൾ ബോക്സ് ചാർജർ അവൈലബിൾ ആണ്. AC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 7.2 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ബോക്സ് നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള വേരിയൻസിലോ കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ ഓപ്ഷൻസിൽ എവിടെയും കാണാനില്ല. അതായത് എനിക്ക് തോന്നുന്നത് ഈ സ്മാർട്ട് എന്ന് പറയുന്നതിൻ്റെ ബേസ് വേരിയൻറ്റിൽ മിഡ് റേഞ്ചിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതെന്നാൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പോരായ്മ തന്നെയാണ്. 3.3 കിലോവാട്ടിൻ്റെ പോർട്ടബിൾ ചാർജർ കൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അറൗണ്ട് 15 to 16 hours ഒക്കെ നമുക്ക് ചാർജിങ് ടൈം എടുക്കുന്നുണ്ട്. അത് പോസിബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് ACFCയുടെ ഒരു 7.2 കിലോവാട്ടിൻ്റെ AC ഫാസ്റ്റ് ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 to 5 hours അല്ലെങ്കിൽ 5 to 6 ഹവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ വണ്ടി ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നതാണ്. പഞ്ച് EV സ്മാർട്ടിൽ തന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റും. അതിനുള്ള പാക്കേജാണ് പഞ്ച് EV സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ്. അതിൽ വരുന്ന ഫീച്ചേഴ്സ് ആഡായി വരുന്നത് പ്രിസ്മാറ്റിക് IRVM വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, പാഡിൽ ഷിഫ്റ്റേഴ്സ് ഫോർ മൾട്ടിമോഡ് റീജൻ, ആൾ പവർ വിൻഡോസ്, 17.78 സെന്റിമീറ്ററിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ബൈ ഹാർമന്, 4 സ്പീക്കേഴ്സ് ആൻഡ് 2 ട്വീറ്റേഴ്സ് വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, ആപ്പിൾ കാർ പ്ലേ, റിവേഴ്സ് ക്യാമറ പാർക്ക് അസിസ്റ്റും വരുന്നുണ്ട്. ഈ 2 വേരിയൻസിന്റെയും പ്രൈസ് റേഞ്ച് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാം. 10,99,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ഓഫ് പഞ്ച് EV സ്മാർട്ട് വരുന്നത്. അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,21,745 രൂപയാണ്. എന്നാൽ പഞ്ച് EV സ്മാർട്ട് പ്ലസിന്റെ
എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 11,49,000 രൂപയും അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,75,945 രൂപയാണ്. അടുത്ത വേരിയൻ്റ് ആണ് പഞ്ച് EV അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റ്. ഈ വേരിയൻറ്റിൽ മിഡ് റേഞ്ച് വെഹിക്കിളും അവൈലബിൾ ആണ്. എന്നാൽ ലോങ് റേഞ്ചിൻ്റെ ബേസ് വേരിയൻറ്റ് എന്ന് പറയുന്നത് പഞ്ച് EV അഡ്വഞ്ചർ ആണ്. അഡ്വഞ്ചറിലാണ് ലോങ് റേഞ്ച് വെഹിക്കിളിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നേ പറഞ്ഞ പഞ്ച് EV സ്മാർട്ടിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും അഡ്വഞ്ചറിൽ കിട്ടുന്നതാണ്. ഇനി അതിലൂടെ എന്തൊക്കെ ആഡായി വരുന്ന പുതിയ ഫീച്ചേഴ്സ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. LED പ്രൊട്ടക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, സീക്വൻഷ്യൽ ഫ്രണ്ട് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്, വെൽക്കം ആൻഡ് ഗുഡ് ബൈ സീക്വൻസ്, ക്രൂയിസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM, ഫ്രണ്ട് LED ഫോഗ് ലാംപ്സ് വിത്ത് കോർണറിംഗ് ഫംഗ്ഷൻ, ഫോളോ മീ ഹോം ഹെഡ്ലൈറ്റ്സ്. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് പഞ്ച് EV അഡ്വഞ്ചറിൽ മിഡ് റേഞ്ചിലും ലോങ് റേഞ്ചിലും ഒരുപോലെ കിട്ടുന്നതാണ്. ഇനി പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് അഡ്വഞ്ചർ LRൽ മാത്രം, അതായത് ലോങ് റേഞ്ചിൽ മാത്രം കിട്ടുന്ന ഫീച്ചേഴ്സാണ്, മിഡ് റേഞ്ചിൽ കിട്ടില്ല. ജ്വല്ലഡ് കൺട്രോൾ നോബ്, അതായത് നമ്മളെ പാർക്കിംഗ് മോഡ്, ഡ്രൈവ് മോഡൊക്കെ ഇടുന്ന നോബ് ഒരു ടച്ച് സ്ക്രീൻ മോഡലിലായിരിക്കും ലോങ് റേഞ്ചിൽ വരുന്നത്. നല്ല ഭംഗി ഉണ്ടാവും അത് കാണാൻ. പക്ഷേ അത് മിഡ് റേഞ്ചിൻ്റെ കേസിൽ വരുമ്പോൾ സാധാ ഒരു നോബ് മാത്രമായിരിക്കും. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, മൾട്ടി ഡ്രൈവ് മോഡ്സ്, സിറ്റി മോഡ്, സ്പോർട്സ് മോഡ്, എക്കോ മോഡും വരും. ഹിൽ ഡീസൻറ്റ് കൺട്രോൾ വരുന്നുണ്ട്. 4 വീലിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഹിൽ ഹോൾഡ് കൺട്രോൾ വരുന്നുണ്ട്. R16 ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീലാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ ഓഫ് 7.2 കിലോവാട്ടിൻ്റെ AC ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഈ അഡ്വഞ്ചർ വേരിയൻസിലെ മിഡ് റേഞ്ച് വേരിയൻ്റെയും ലോങ് റേഞ്ച് വേരിയൻ്റെയും പ്രൈസ് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാം. 11,99,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ഓഫ് അഡ്വഞ്ചർ MR വരുന്നത്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,30,185 രൂപയാണ്. 12,99,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ഓഫ് അഡ്വഞ്ചർ LR വരുന്നത്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,38,745 രൂപയാണ്. ഇതിൽ നമുക്ക് ACFCയുടെ ആ 7.2 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 54,200 രൂപയും ഓൺ റോഡ് പ്രൈസിലൂടെ നമ്മൾ കൂട്ടിയാൽ മതി. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,92,945 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഒരു ഓപ്ഷൻ പാക്കേജ് ആണ്. നമ്മുടെ ചാർജറിൻ്റെ പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഫുൾ ഓപ്ഷനിൽ വരെ നമുക്ക് ഈ ഓപ്ഷൻ ഒഴിവാക്കാൻ പറ്റും. അഡ്വഞ്ചർ സീരീസ് മുതലാണ് നമുക്ക് ഈ S പാക്കേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റുക. ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോ ഹെഡ് ലാംപ്സ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഡ്യുവൽ ടൂൺ റൂഫ്. ഈ അഡ്വഞ്ചർ സീരീസിൽ നമ്മൾ S പാക്കേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷനും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസിൽ നമുക്കൊരു 54,200 എക്സ്ട്രാ ആഡ് ആവുന്നതാണ്. അടുത്തായിട്ട് വരുന്ന മെയിൻ വേരിയൻ്റ് എന്ന് പറയുന്നത് ടാറ്റ പഞ്ച് EV എംപവേർഡ് ആണ്. എംപവേർഡിലും നമുക്ക് മിഡ് റേഞ്ചും ലോങ് റേഞ്ചും അവൈലബിൾ ആണ്. ഇതിൽ ആഡായി വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്മാർട്ട് ചാർജിങ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഹാർമൻ്റെ വലിയ 26.03 സെൻറ്റിമീറ്ററിൻ്റെ HD ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. 17.78 സെൻറ്റിമീറ്ററിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, റിയർ വൈപ്പർ ആൻഡ് ഓട്ടോ ഡീഫോഗർ, ഇലക്ട്രിക് ORVM വിത്ത് ഓട്ടോ ഫോൾഡ്, ഓട്ടോ ഡിമിംഗ് IRVM, ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, റൂഫ് റെയിൽസ്, ഫ്രണ്ട് ആം റെസ്റ്റ് വരുന്നുണ്ട്, C ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് പോർട്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന, R16 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്, എയർ പ്യൂരിഫയർ വിത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡിസ്പ്ലേ വരുന്നുണ്ട്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, റിയർ ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്, SOS കാളിംഗ് ഫംഗ്ഷൻ, ലെതറൈറ്റ് റാപ്പിഡ് സ്റ്റിയറിംഗ് വീലും വരുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ ഫീച്ചേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചിലവർക്ക് തോന്നുന്നുണ്ടാവും. അത് നമ്മൾ S പാക്കേജ് ഇതിൽ എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ചില ഫീച്ചേഴ്സ് ഇതിൽ ആഡായി വരുന്നുണ്ട്. എംപവേർഡ് എന്ന് പറയുന്ന ഹൈ എൻഡ് എടുക്കുന്ന സമയത്ത് ആസ് ലൈക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതൊക്കെ S പാക്കേജിൽ ആഡായി വരുന്നതാണ്. അത് ഇനിയിപ്പോൾ S പാക്കേജ് ഈ എംപവേർഡിൽ എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ റെയിൻ സെൻസിങ് വൈപ്പേഴ്സൊക്കെ എംപവേർഡിൽ വരുന്നുണ്ട് കേട്ടോ. പഞ്ച് EV എംപവേർഡ് എന്ന് പറയുന്ന ഈ ഹൈ എൻഡ് വേർഷനിൽ മാത്രം നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷൻ പാക്കേജാണ് പഞ്ച് EV എംപവേർഡ് പ്ലസ് എന്ന് പറയുന്ന പാക്കേജ്. ഇതിൽ ഈ പ്ലസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ സിസ്റ്റം വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, RK.EV ആപ്പ് സ്യൂട്ട് എന്ന് പറയുന്ന അവരുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം വരുന്നുണ്ട്, ലെതറൈറ്റ് സീറ്റ്സ് വരുന്നുണ്ട്, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ, 26.03 സെൻറ്റിമീറ്റർ ഡിജിറ്റൽ കോക്പിറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റിയറിംഗിൻ്റെ താഴെ വരുന്ന കോക്പിറ്റ് ഡിജിറ്റലായി മാറും. നാവിഗേഷൻ ഇൻ കോക്പിറ്റ്, അതായത് നമുക്ക് യാത്ര ചെയ്യുന്ന മാപ്സും കാര്യങ്ങളും കോക്പിറ്റിലുള്ള ഡീറ്റെയിൽ സ്ക്രീനിലും ലഭിക്കുന്നതാണ്. മൾട്ടിപ്പിൾ വോയിസ് അസിസ്റ്റ്, ഹേയ് ടാറ്റ, അലക്സ, സിറി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ടാറ്റ പഞ്ച് EVയുടെ എംപവേർഡിൻ്റെ പ്രൈസ് നമുക്ക് ആദ്യം നോക്കാം. 12,79,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് മിഡ് റേഞ്ച് വേരിയൻറ്റിൻ്റെ വരുന്നത്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,17,045 രൂപയാണ്.
ഇതിലൂടെ നമുക്ക് സൺറൂഫ് പാക്കേജ് ആയിട്ടുള്ള എസ് പാക്കേജും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എംപവേർഡ് പ്ലസിൻ്റെ പ്ലസ് ഓപ്ഷനും കൂടി നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഇനിയും വരുന്നതാണ്. എംപവേർഡിൻ്റെ ലോങ് റേഞ്ച് വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 13,99,000 രൂപയാണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,47,245 രൂപയാണ്. ഇതിലൂടെ നമുക്കിനി ആഡ് ചെയ്യാൻ പറ്റുന്നത് സൺറൂഫ് പാക്കേജ് ആയിട്ടുള്ള എസ് പാക്കേജ് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ എംപവേർഡ് പ്ലസിൻ്റെ പ്ലസ് ഓപ്ഷന് ലോങ് റേഞ്ചിൽ ഇനി ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ACFC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ ഓപ്ഷനും കൂടി ഉണ്ട്. ഈ 3 ഓപ്ഷനും കൂടി ഇതിൽ ആഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഓൺ റോഡ് പ്രൈസിൽ ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞ പ്രൈസിൽ നിന്നും കൂടി വരുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.